ആചാര്യ ഗൗരകഥാ ദാമതായ നഗരഗ്രാമതാരി ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ഗൗര ചന്ദ്ര ജയ ഗൗര ഭക്തവൃന്ദ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇന്ന് വായിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല ഭാഗം 1, രണ്ടാമത്തെ അധ്യായം 22ാമത്തെ ശ്ലോകം മുതലാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് നമ്മള് 22ാമത്തെ വായിക്കാം. ഹരേ കൃഷ്ണ. സേയിതാ ഗോവിന്ദ സാക്ഷാത് ചൈതന്യ ഗോസാനി ജീവാ വിസ്താരേ ഐച്ഛേ ദയാലു ആരണ്യേ. എന്റെ വിവർത്തനം ഇതാണ്. ആ ഗോവിന്ദൻ സ്വയം ചൈതന്യ ഗോസ്വാമിയായി പ്രത്യക്ഷപ്പെടുന്നു. പതിതാത്മാക്കളെ മോചിപ്പിക്കുന്നതിൽ ഇത്രയും കാരുണ്യവാനായ മറ്റാരും ഇല്ല. എന്റെ ഭാവാർത്ഥം, ഗോവിന്ദനെ അവിടുത്തെ ബ്രഹ്മം പരമാത്മാ സവിശേഷതകളിൽ വർണ്ണിച്ചതിന് ശേഷം ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു അതേ ഗോവിന്ദൻ തന്നെയാണ് തെളിയിക്കാൻ വാദം പുരോഗമിക്കുന്നു. ഭഗവത്ഗീതയുടെ വിശദീകരണത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ തെറ്റിദ്ധരിച്ച പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നതിനായി അവിടുന്ന് തന്നെ ഒരു ഭക്തനായി ഈ മർത്യലോകത്തിൽ അവതരിച്ചു. പരമോന്നതൻ ഒരു വ്യക്തിയാണെന്നും നിരാകാര ബ്രഹ്മം അവിടുത്തെ പ്രഭാപൂരമാണെന്നും പരമാത്മാവ് അവിടുത്തെ ഭാഗിക പ്രതിപാദ്യമാണെന്നും ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചു. അതുകൊണ്ട് പ്രാപഞ്ചിക എല്ലാ ചിന്താധാരകളെയും ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണന്റെ പാത പിന്തുടരണമെന്ന് അവിടുന്ന് എല്ലാവരെയും ഉപദേശിച്ചു. എന്നാൽ ഈ അപരാധികൾ അവരുടെ അല്പജ്ഞാന നിമിത്തം ഈ ഉപദേശത്തെ തെറ്റിദ്ധരിച്ചു. അപ്പോൾ തന്റെ വൈദികമായ കാരുണ്യത്താൽ കൃഷ്ണൻ ചൈതന്യ ഗോസ്വാമിയായി വീണ്ടും വന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ രചയിതാവ് മുന്നിൽ പറയുന്നു. ശ്രീകൃഷ്ണന്റെ പ്രകാശ വിലാസ വിസ്തരങ്ങൾ പോലുമല്ല അവിടുന്ന്, മറിച്ച് സ്വയം രൂപമായ ഗോവിന്ദൻ തന്നെയാകുന്നു. ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന പ്രസക്തവും വേദശാസ്ത്രപരവുമായ തെളിവ് പുറമെ ശ്രീ ചൈതന്യം പൂർണ്ണ പുരുഷോത്തമ ഭഗവാൻ തന്നെയാണെന്നതിന് വേദശാസ്ത്രങ്ങളിലെ മറ്റ് സംഖ്യം തെളിവുകളുണ്ട്. താഴെ പറയുന്ന ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. നമ്മൾ നേരത്തെ പഠിച്ചത് ബ്രഹ്മം, അതായത് ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ റിയലൈസേഷനെ കുറിച്ചാണ്. ഇപ്പോ അത് ആ ശ്ലോകം ഇതിൽ വരുന്നുണ്ട്. നേരത്തെ വായിച്ചതാണ്. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സബ്ദതി. അപ്പൊ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അതായത് 3 തരത്തിലുള്ള റിയലൈസേഷൻ: ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഇപ്പൊ ബ്രഹ്മം ജ്ഞാനികള് ബ്രഹ്മം റിയലൈസേഷൻ, യോഗികൾക്ക് പരമാത്മാ റിയലൈസേഷൻ, ഭഗവാൻ റിയലൈസേഷൻ ഭക്തനാണ് കിട്ടുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് ഭാഗികമായ റിയലൈസേഷനാണ്. അപ്പൊ അതിൽ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂര്യരശ്മി, സൂര്യഗോളം, സൂര്യ
ദേവൻ അല്ലെങ്കിൽ സൂര്യ ഗോളം, സൂര്യരശ്മി. നമ്മൾ ആദ്യം സൂര്യനെ കാണുന്നില്ല, സൂര്യരശ്മി കാണുന്നു. ആ രശ്മിയാണ് ബ്രഹ്മം റിയലൈസേഷൻ. രണ്ടാമത് സൂര്യഗോളം, സൂര്യനെ കാണുന്നു. അതായത് ആ സൂര്യൻ ലൈക്ക് പരമാത്മ റിയലൈസേഷൻ. പക്ഷെ പിന്നീട് ആ സൂര്യഗോളത്തിനകത്ത് ചെല്ലുമ്പോഴാണ് ഭഗവാൻ അതൊരു വ്യക്തിയാണെന്നും അതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നും ഒരു മൂർത്തിയാണെന്നും മനസ്സിലാകുന്നു. അപ്പൊ അത് മൂന്നാമത്തെ റിയലൈസേഷൻ ആണ്. അത് ഫൈനൽ റിയലൈസേഷൻ ആണ്. ഇപ്പൊ വേറൊരു ഉദാഹരണം നമ്മൾ പറയുന്നത്, അതൊരു നൈറ്റ്, രാത്രി റെയിൽവേ ട്രാക്കിൽ നിൽക്കുമ്പോൾ ട്രെയിൻ വരുമ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് ആയിരിക്കും കാണുന്നത്, അല്ലെ? ട്രെയിനിൽ കാണുന്നില്ല, ലൈറ്റ്. അപ്പൊ അത് ബ്രഹ്മം റിയലൈസേഷൻ. പിന്നെ കുറച്ച് അടുത്ത് വരുമ്പോ, ട്രെയിൻ അടുത്ത് വരുമ്പോൾ അത് ട്രെയിൻ ആണെന്ന് മനസ്സിലാവും, അതിനകത്ത് യാത്രക്കാരുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും ഇത് ട്രെയിനും യാത്രക്കാരും മാത്രമല്ല, അതിനകത്തൊരു ഡ്രൈവറുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന ആളുണ്ട്, അതൊരു വ്യക്തിയാണ് എന്ന് മനസ്സിലാവും. ഇത് വേറൊരു ഉദാഹരണമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് പതിതാത്മാക്കള്, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിനെ തെറ്റിദ്ധരിച്ചു. പലരും പറയുമ്പോ ചൈതന്യ മഹാപ്രഭു ഒരു ഭഗവാന്റെ ഭക്തനാണ്, അതായത് ഭഗവാനാണ് എന്ത് തെളിവ്? ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് വിഷ്ണുവിനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ, ഒരു പരിധി വരെ അവര് വിഷ്ണു ഭഗവാൻ, വിഷ്ണുവാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് അംഗീകരിക്കും. പക്ഷെ അതിനപ്പുറം നമ്മൾ ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതില് വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോഴും 3 തരത്തിലുള്ള വിഷ്ണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വിഷ്ണു സ്വരൂപാണ്, വിഷ്ണുസ്തു ത്രിനിരൂപാണി പുരുഷാഖ്യാനതോ വിധു, ഏകം തു മഹതസൃഷ്ടു, ദ്വിതീയം തൊണ്ട സംസ്ഥിതം, തൃതീയം സർവഭൂതസ്ഥം, താനി ജ്ഞാത്വ വിമുച്യതേ. വിഷ്ണുവിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. 3 വിഷ്ണു ഉണ്ട്. മഹാവിഷ്ണു, അതായത് കാരണദേശ വിഷ്ണു, പിന്നെ ഗർഭോദേശ വിഷ്ണു, അത് കഴിഞ്ഞ് ക്ഷീരോദേശായ വിഷ്ണു. അപ്പോ ആ മഹാവിഷ്ണുവിൽ നിന്ന് വീണ്ടും ഗർഭോദേശായ വിഷ്ണു, ആ ഗർഭോദേശായ വിഷ്ണു കുറിച്ച് പറയുമ്പോൾ എല്ലാ പ്രപഞ്ചത്തിലും പ്രവേശിക്കുന്നു. ആദ്യം മഹാവിഷ്ണു മഹത്വത്വം സമഗ്ര പ്രപഞ്ച സൃഷ്ടി ഉണ്ടാക്കുന്നു. ശേഷം അതില് വേറെ വിഷ്ണു എല്ലാ പ്രപഞ്ചത്തിലും പോയി ഇരിക്കുന്നു, വസിക്കുന്നു. ഇനി ഒരു വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു, നമ്മുടെ പരമാത്മാവായി എല്ലാ സർവഭൂതങ്ങളിലും വസിക്കുന്നു. തൃതീയം സർവഭൂതസ്ഥം താനിജ്ഞാത്ത വിമുച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മുക്തനാകും എന്ന് പറയുന്നു. ഇപ്പൊ അതവിടെ നിൽക്കട്ടെ, ഇത് നമ്മൾ പഠിച്ച വിഷയം. ഇപ്പൊ ഇതില് ചൈതന്യ മഹാപ്രഭു ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഈ വരും ശ്ലോകങ്ങളിൽ. ഇപ്പൊ ഭഗവത്ഗീതയിൽ നമുക്കറിയാം, ഭഗവത്ഗീത ഭഗവാനാണ് ഉപദേശിച്ചത്, ശ്രീകൃഷ്ണ ഭഗവാൻ. പക്ഷെ അതിന്റെ സാരം നമുക്ക് പലർക്കും മനസ്സിലാകാതെ പോയി, അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും അറിയാതെ പോയി. അപ്പോ ആ പതിതാത്മാക്കളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി സ്വയം ഭഗവാൻ ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചു. ഭക്താവതാരം, ഭക്താഖ്യം. അപ്പോ അത് ചൈതന്യ മഹാപ്രഭു ആ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഓരോ അവതാരത്തിലും അസുരന്മാരെ കൊല്ലുന്നതിന് വേണ്ടി ആയുധമായി വരും. പക്ഷെ കലിയുഗത്തില് ഭഗവാൻ ആയുധം കൊണ്ടുവന്നില്ല, അതിന് പകരം ഹരേ കൃഷ്ണ മഹാമന്ത്രം നാം കൊണ്ടുവന്നത്. കലികാലെ നാമരൂപേ കൃഷ്ണ അവതാർ, നാമരൂപത്തിലാണ് അവതരിച്ചത്. അപ്പോ നാമം ജപിക്കുമ്പോ അസുരങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ ആ ഗോവിന്ദൻ
സാക്ഷാൽ ഹരി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു എന്ന് സ്ഥാപിക്കുകയാണ്. ശ്ലോകത്തില് ഒന്നാമത് ചൈതന്യ ഉപനിഷത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്. ഗൗര സർവാത്മാ മഹാപുരുഷോ മഹാത്മാ മഹായോഗി ത്രിഗുണാതീത സത്വരോ ഭക്തി ലോകേ ഗാശ്യതി. സർവവ്യാപിയായ പരമാത്മാവും ത്രിഗുണാതീതനുമായ ഗൗരംഗൻ ഒരു സന്യാസിയും ശക്തനായ യോഗിയുമായി ആവിർഭവിക്കുന്നു. മൂർത്തിരൂപമായ അവിടുന്ന് ഭക്തിയോഗം ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുന്നു. ഇത് ചൈതന്യ ഉപനിഷത്തിൽ നിന്നാണ്. ഇനി ശ്വേതാശ ഉപനിഷത്തിൽ നിന്ന് 6:7-3:12 നിന്ന് തം ഈശ്വരാണാം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവം പദീനാം പരമം പരസ്താത് പിതാമദേവം ഭുവനേശം ഈദ്യം. അല്ലയോ ഭഗവാനെ, അങ്ങ് പരമേശ്വരനും ദേവർമാർക്കെല്ലാം ആരാധ്യനും ദേവാദിദേവനും പരമനിയന്താവും ആരാധ്യമായവർക്കെല്ലാം ഈശ്വരനുമാകുന്നു. മഹാൻ പ്രഭുർവൈ പുരുഷ സത്വൈശൈഷ പ്രവർത്തക നിർമ്മലാം പ്രാപ്തിം ഈശാനോ ജ്യോതിർ അവ്യയ. അതീന്ദ്രിയ ബോധദീപ്തി വിതയ്ക്കുന്ന മഹാപ്രഭു പരമപുരുഷൻ തന്നെയാകുന്നു. അവരുമായുള്ള കേവലം സമ്പർക്കം പോലും അക്ഷയമായ ബ്രഹ്മജ്യോതിയുമായുള്ള ബന്ധമാകുന്നു. 3 മുണ്ടകോപനിഷത്തിൽ നിന്ന് 3:13 നിന്ന് യഥാ പശ്യതേ രുഗ്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനി. ആ സ്വർണവർണ്ണനും പരമകർത്താവും ബ്രഹ്മത്തിന്റെ പ്രഭവസ്ഥാനവുമായവനെ ദർശിക്കുന്ന ഒരുവൻ വിമുക്തനാകുന്നു. 11:5-33-34, 7:9-38. ധ്യേയം സദാ പരിഭവം അഭിഷ്ടദോഹം തീർത്ഥാസ്പദം ചിവ വിരിംശിനിമുദം ശരണ്യം കൃത്യാക്തിഹം പ്രണതപാലഭവാബ്ദിഭോം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. സദാ ധ്യാനയോഗ്യനും ഭക്തന്മാരോടുള്ള അപരാധങ്ങൾ ഇല്ലാതാക്കുന്നവനും ഭക്തന്മാർക്ക് അഭീഷ്ടസിദ്ധിയുള്ള അരുളുന്നവനും ആവാസ കേന്ദ്രവും സാധുവര്യന്മാരുടെ അഭയസ്ഥാനവും കൃത്യന്മാരുടെ ദുരിതങ്ങൾ അകറ്റുന്നവനും ശിവൻ ബ്രഹ്മ തുടങ്ങിയവരാൽ പോലും ആരാധ്യനായ ആ മഹാപുരുഷന്റെ ചരണാരവിന്ദങ്ങളിൽ നാം പ്രണമിക്കുന്നു. ദേവന്മാർക്ക് പോലും സംസാരസാഗരം തരണം ചെയ്യാനുള്ള നൗകയാണ് അവിടുന്ന്. സുരേപ്സിത രാജ്യലക്ഷ്മി ധർമ്മിഷ്ഠ ആര്യവചസായ അകാത് അരണ്യം മായാമം ദൈതയേ സ്ഥിതം അന്വതാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ഒരുവൻ എല്ലായ്പ്പോഴും ധ്യാനിക്കേണ്ടുന്ന ആ മഹാപുരുഷന്റെ പാതാരവിന്ദങ്ങളിൽ ഞങ്ങൾ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്വർഗലോകവാസികൾ പോലും ആരാധിക്കുന്ന തന്റെ ശാശ്വത പങ്കാളിയെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ഗൃഹസ്ഥ ജീവിതം കൈവിട്ടു. മായക്കതീതനായ പതിതാത്മാക്കളെ മോചിപ്പിക്കുന്നതിനായി അവിടുന്ന് വനങ്ങളിലേക്ക് പോയി. പ്രഹ്ലാദൻ പറഞ്ഞു, ഇത്തം നിധിഗത് ഋഷിദേവ സാക്ഷാവതാരേ ലോകാൻ വിപായസി കിംസി ജഗത് പ്രദീപാൻ ധർമ്മം മഹാപുരുഷഭാസിയുഗാനുഗുപ്തം ചന്ന കലൗ യദഭവസ്ത്രീയുഗോ അധസ്ഥം.
ഭഗവാനെ, അങ്ങ് മനുഷ്യൻ, മൃഗങ്ങൾ, ദേവന്മാർ, ഋഷികൾ, ജലജന്തുക്കൾ തുടങ്ങിയ നാനാവിധത്തിലുള്ള രൂപങ്ങളിലുള്ള അവതാരങ്ങളിലൂടെ ലോകത്തിന്റെ എല്ലാവിധ ശത്രുക്കളെയും വധിക്കുന്നു. അപ്രകാരം അങ്ങ് ലോകത്തെ അഭൗതിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കുന്നു. കലിയുഗത്തിൽ അല്ലയോ മഹാപുരുഷ, അങ്ങ് ചിലപ്പോൾ ഒരു പ്രച്ഛന്നമായ അവതാരമായി കാണപ്പെടുന്നു. അതിനാൽ അങ്ങ് ത്രിയുഗങ്ങളിൽ മാത്രം പെടുന്നവൻ എന്നറിയപ്പെടുന്നു. അഞ്ചാമത് കൃഷ്ണാലയ തന്ത്രത്തിൽ നിന്നാണ്. പുണ്യക്ഷേത്രേ നവദ്വീപേ ഭവിഷ്യാമി സചിസുത. ഞാൻ നവദ്വീപിലെ വിശുദ്ധ ഭൂമിയിൽ സച്ചിദേവിയുടെ പുത്രനായി പ്രത്യക്ഷപ്പെടും. വായുപുരാണത്തിൽ 6. കലോ സങ്കീർത്തനാരംഭേ ഭവിഷ്യാമി സച്ചിസുത. കലിയുഗത്തിൽ സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിക്കാനായി സച്ചിദേവിയുടെ പുത്രനായി ഞാൻ അവതരിക്കും. ബ്രഹ്മയാമല തന്ത്രത്തിൽ നിന്ന് അഥവാഹം ധാരതാമേ ഭൂത്വാമത്ഭക്തരൂപത മായയാം ച ഭവിഷ്യാമി കലോ സങ്കീർത്തന. ചിലപ്പോൾ ഒരു ഭക്തന്റെ വേഷത്തിൽ ഞാൻ സ്വയം ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടും. പ്രത്യേകിച്ച് കലിയുഗത്തിൽ സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് ഞാൻ സച്ചിദേവിയുടെ പുത്രനായി പ്രത്യക്ഷപ്പെടും. വീണ്ടും അനന്ത സംഹിതയിൽ നിന്ന് ഏവ ഭഗവാൻ കൃഷ്ണോ ജാതിക പ്രാണവല്ലഭ സൃഷ്ടാദോ സജഗന്നാഥോ ഗൗര ആസി മഹേശ്വരി. അല്ലേ മഹേശ്വരി, രാധയുടെ പ്രാണവല്ലഭനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ലോകനാഥനുമായ കൃഷ്ണൻ ഗൗരനായി പ്രത്യക്ഷപ്പെടുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയും ശ്ലോകങ്ങള് ഗൗരംഗ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല, ദേവന്മാർക്ക് പോലും ആരാധ്യനായ ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയവരാലും ആരാധ്യനായ ആ മഹാപുരുഷന്റെ ചരണാരവിന്ദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ കുറിച്ച് പറഞ്ഞ് ഉള്ള സ്തുതിയാണ്. ഇത് ഭാഗവത്തിൽ നിന്നുള്ള സ്തുതി, പ്രഹ്ലാദന്റെ സ്തുതിയും ഇതില് ചൈതന്യ മഹാപ്രഭു കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ചന്നക്കലു യഥപവസ്തു ത്രിയുഗോ അധസ്തം. അപ്പൊ ഇതെല്ലാം തെളിവുകളാണ്. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനാണ് എന്ന് ഉള്ളതിന് ഒരു തെളിവാണ്. അടുത്ത 23-ാമത്തത് പരമവ്യോമേതേ വൈശനാരായണ നാമ ഷഡൈശ്വര്യപൂർണ്ണ ലക്ഷ്മീകാന്ത ഭഗവാൻ. ആത്മീയ വ്യോമത്തിൽ പരിലസിക്കുന്ന നാരായണൻ ഷഡൈശ്വര്യ സമ്പൂർണനും ഐശ്വര്യദേവയുടെ നാഥനുമാകുന്നു. വേദഭാഗവത ഉപനിഷത്താഗമ പൂർണ്ണ തത്വായാൻ രേ കഹേ നഹിയാൻ സമഹ. വേദങ്ങളിലും ഭാഗവതത്തിലും ഉപനിഷത്തുകളിലും ഇതര ശാസ്ത്രങ്ങളിലും പരമസത്യമെന്തെന്നും ഉപയോഗിക്കുന്നവനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അവിടുന്ന് തുല്യനായി മറ്റാരുമില്ല. അതിൽ ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദ് പറയുന്നു, പരമസത്യത്തിന്റെ സഹാര സവിശേഷത സംബന്ധിച്ച് വേദങ്ങളിൽ അസംഖ്യം പ്രസ്താവനകളുണ്ട്. അവയിൽ ചിലത് താഴെ കൊടുക്കുന്നു. സംഹിതയിൽ നിന്ന് 1:22-20. തദ്വിഷ്ണു പരമം പദം തഥാ പശ്യന്തി സൂരയഃ വിവീക്ഷകചക്ഷുരാധവം. എല്ലാ ദേവന്മാരും എല്ലായ്പ്പോഴും ആരുടെ തൃപ്പാദമാണോ കാക്ഷിക്കുന്നത്, ആ പരമപുരുഷനായ വിഷ്ണു പരമനിരപേക്ഷ സത്യമാണ്. സൂര്യദേവനെ പോലെ അവിടുന്ന് തന്റെ ശക്തികിരണങ്ങളാൽ സർവ്വതിലും വ്യാപിച്ചിരിക്കുന്നു. അപക്വമായ നേത്രങ്ങൾക്ക് അവിടുന്ന് നിരാകാരം തോന്നും. 2. നാരായണാർത്ഥ ഉപനിഷത്ത് 1:2. നാരായണാദേവ സമുത്പദ്യന്തേ നാരായണ പ്രവർത്തന്തേ
നാരായണ പ്രലീയന്തേ അത നിത്യോ നാരായണ. നാരായണയേ വേദം സർവം യത്ഭൂതം യശഭവ്യം ശുദ്ധോ ദേവോ ഏകോ നാരായണോ ന ദ്വിതീയോ അസ്തി കശ്ചിത്. എല്ലാം നാരായണനിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്നു. അവിടുന്ന് അതിനാൽ മാത്രം എല്ലാം പരിപാലിക്കപ്പെടുന്നു. അവിടെ നിന്ന് മാത്രം സംഹരിക്കപ്പെടുന്നു. അതിനാൽ നാരായണൻ നിത്യനാണ്. ഇപ്പോൾ നിലനിൽക്കുന്നതും ഭാവിയിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതുമായ എല്ലാം നാരായണനാണ്. അവണ്ണമുള്ള പരിശുദ്ധനായ നാരായണനല്ലാതെ മറ്റൊന്നുമില്ല. നാരായണ വൃക്ഷത്തിൽ 1:4 നിന്നും യഥപ്രസുതാ ജഗതസ്തുതി, സർവപ്രപഞ്ചങ്ങളുടെയും പ്രവസ്ഥാനം നാരായണനാകുന്നു. ഹയശീർഷ പഞ്ചതരാത്രത്തിൽ നിന്ന് പരമാത്മാ ഹരിദേവ, ഹരിയാണ് പരമോന്നതനായ ഭഗവാൻ. ശ്രീമദ് ഭാഗവത്തിൽ നിന്ന് 11:3-34-35 നാരായണാവിധാനസ്യ ബ്രഹ്മണാ പരമാത്മനഃ നിഷ്ടം അർഹതാനോ വക്തും യൂയം ഹി ബ്രഹ്മവിദത്തമഃ. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ബ്രഹ്മമെന്നും പരമാത്മാവെന്നും കൂടി അറിയപ്പെടുന്ന നാരായണനെ കുറിച്ച് ദയവായി ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ചിത്തുൽഭവ പ്രളയോ ഹേതുർ അഹേതുരസ്യ യത് സ്വപ്നജാഗരുസിദ്ധി സദ്വഹീശ്ച ദേഹേന്ദ്രിയാ സുഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തത് അവേഹി പരം നരേന്ദ്ര. അല്ലയോ രാജാവേ, കാരണരഹിതനെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കാരണവുമായ അവിടുന്ന് അറിയുക. അവിടുന്ന് അവബോധത്തിന്റെ 3 അവസ്ഥകളും, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, പിന്നെ അവയ്ക്കുപരിയായി നിലകൊള്ളുന്നു. അവിടുന്ന് ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ഹൃദയം ഇവകളെ ഉത്തേജിപ്പിക്കുന്നു. അപ്രകാരം അവ ചലിപ്പിക്കുന്നു. അവിടുന്ന് അതിനെ പരമപ്രഭുവായി അറിയുക. അപ്പൊ ഇതിന് നമുക്ക് അധികം എക്സ്പ്ലനേഷൻ വേണ്ട, കാരണം ഇത് ഒരു ഉപനിഷത്തിൽ നിന്നുള്ള തെളിവുകളാണ്. അടുത്തത് ഭക്തിയോഗോ ഭക്തപ്പായ യഥാര ദർശന സൂര്യേന സവിഗ്രഹദേഹേ ദേവഗണ. ഭക്തന്മാർ ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ ദർശിക്കുന്നു. സ്വർഗവാസികൾ സൂര്യൻ എന്ന വ്യക്തിത്വത്തെ ദർശിക്കുന്നത് പോലെ. ഭാവാർത്ഥം വൈശികപ്രഭുപാദി. പരമദിവ്യത്വം പുരുഷന് ഭൗതിക നേത്രത്താലോ മാനസിക ഊഹാഭവങ്ങളിലോ കാണാൻ കഴിയാത്ത തന്റെ ശാശ്വത രൂപമുണ്ട്. അതീന്ദ്രിയ ഭക്തി മാത്രമേ ഒരുവന് ഭഗവാനെ ദിവ്യരൂപത്തെ മനസ്സിലാക്കാൻ കഴിയൂ. സൂര്യദേവന്റെ രൂപസവിശേഷങ്ങൾ വീക്ഷിക്കുന്നതിനുള്ള യോഗ്യതകളുടെ ഒരു താരതമ്യം ഇവിടെ നൽകുന്നു. സൂര്യദേവൻ നമ്മളുടെ കണ്ണുകൾക്ക് അദൃശ്യനാണെങ്കിലും ഉജ്ജ്വലമായ കിരണങ്ങൾക്കപ്പുറമുള്ള ആ വ്യക്തിത്വത്തെ വീക്ഷിക്കാൻ അനുയോജ്യമായ കണ്ണുകളുള്ള ദേവന്മാർക്ക് ഉന്നത ഗ്രഹങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ കഴിയും. പ്രകൃതിയുടെ ക്രമീകരണങ്ങളുടെ സ്വാധീനം അനുസരിച്ച് ഓരോ ഗ്രഹത്തിനും അതിന്റെ തനതായ അന്തരീക്ഷമുണ്ട്. അതിനാൽ പ്രത്യേക ഗ്രഹത്തെ സമീപിക്കുന്നതിന് അതിനനുയോജ്യമായ പ്രത്യേക തരത്തിലുള്ള ശാരീരിക നിർമ്മിതി അനിവാര്യമാണ്. ഭൂമിയിൽ വസിക്കുന്നവർക്ക് ചന്ദ്രനിലെത്താൻ കഴിഞ്ഞേക്കാം, പക്ഷെ സ്വർഗവാസികൾക്ക് അഗ്നിഗോളം എന്ന് വിളിക്കപ്പെടുന്ന സൂര്യനിൽ പോലും എത്താൻ സാധിക്കും. സ്വർഗത്തിലെ ദേവന്മാർക്ക് അവരുടെ വ്യത്യസ്ത ശരീര സവിശേഷതകളാൽ മത്യന്മാർക്ക് അസാധ്യമായതെന്തും നിഷ്പ്രയാസം പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ ഭഗവാനെ ദർശിക്കുന്നതിന് ഒരുവന് നിശ്ചയമായി ഭക്തിയുമായ ആത്മീയ നേത്രങ്ങൾ വേണം. അതീന്ദ്രിയ സ്പന്ദനത്തിന്റെ അവലംബമില്ലാതെ നിരപേക്ഷ സത്യത്തെക്കുറിച്ച് പരീക്ഷണപരമായ അഭ്യൂഹം ശീലമാക്കിയവർക്ക് പരമദീപത്വ പുരുഷനെ സമീപിക്കാനാവില്ല. ആരോഹണ പ്രക്രിയയിലൂടെ ഉള്ള സമീപനം വഴി ബ്രഹ്മത്തെയും പരമാത്മാവിനും സാക്ഷാത്കരിക്കാമെന്നല്ലാതെ പരമദിവ്യോത്തമ പുരുഷ സാക്ഷാത്കാരം സാധ്യമാക്കുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭക്തന്മാർക്ക് ഭക്തിയോഗത്തിലൂടെ മാത്രമേ ഭഗവാനെ ദർശിക്കാൻ കഴിയൂ. അപ്പൊ ഇത് നമ്മള് ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാലും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭക്ത്യാമഭിജാനാതി യാവൻ യാസ്യാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തനന്തരം.
അതായത് 18-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നത് 55-ാമത്തെ ശ്ലോകത്തില് ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. മാനസികമായ ഊഹാഭോഗങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ 6-ാം അധ്യായത്തില് 47-ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്, യോഗിനാമപി സർവേഷാം മദ്ഗതേരന്തരാത്മനഃ സത്തവാൻ ഭജതേ മാം സമയയുക്തതമോനതഃ. എല്ലാ യോഗികളിലും വെച്ച് ഏറ്റവും ഉത്തമനായ യോഗി എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാനെ ഭജിക്കുന്ന, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയും ഭഗവാനെ സേവനത്തിൽ മുഴുകുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഭക്തൻ അല്ലെങ്കിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാല് ഭഗവാൻ, ഭക്തൻ, ഭക്തി. അപ്പൊ ഇത് മൂന്നും കണക്ട് ആണ്. ഇപ്പൊ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭക്തി ആർക്കാണ് ഭക്തിയുള്ളത്? ഭക്തന്മാർക്കാണ്. അപ്പൊ ഭക്തന്മാർക്ക് ഭക്തി ഉണ്ട്. അപ്പൊ അത് സേവനമായിട്ടാണ് ആ ഭക്തിയെ പ്രകടിപ്പിക്കുന്നത്. അതായത് ഭഗവാൻ, സേവനം, ഭക്തൻ. അപ്പൊ ഇതും മൂന്നും കണക്റ്റഡ് ആണ്. അവിടെ ഭക്തി അല്ലെങ്കിൽ ഭക്തിയുടെ സേവനത്തിന് പ്രാധാന്യമുണ്ട്. അതാണ് ഭഗവാനുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഇനി 11:54 ഭഗവാൻ പറയുന്നുണ്ട്, ഭക്ത്യാത്വനന്യയാ ശക്യാം അഹം ഏവ വിദോ അർജുന ജ്ഞാതും പ്രഷ്ടും ച തത്വേന പ്രവേശിച്ചും ച പരന്തപാം. അതായത് ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ കാണാനും അറിയാനും കഴിയുമെന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും ഭഗവത്ഗീതയില് എടുത്തു പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്, ഗുരുവിലും കൃഷ്ണനിലും അചഞ്ചലമായ വിശ്വാസമുള്ളവർക്കേ പരമപുരുഷന് ദർശനമാകൂ. യസ്യേ ദേവ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരു സസ്യതേ തഥാർഹ്യത പ്രകാശന്തേ മഹാത്മനം. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇത് ഒരു ഗുഹ്യജ്ഞാനമാണ്. അപ്പൊ ഭഗവതിയിൽ ഭഗവാൻ പറയുന്നത് ശരിയാണ്. അതായത് രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാപഗമം ധർമ്മം സുസുകുലി കർത്തുമദ്യം. ഇത് കീ ഓഫ് നോളേജ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് അർജുനന് കൊടുക്കുന്നു എന്ന് ചോദിച്ചാല് അത് അദ്ദേഹം ഭഗവാന്റെ ഭക്തനാണ്, സുഹൃത്താണ്. അദ്ദേഹത്തിന് അസൂയയില്ല അർജുനന്. അപ്പൊ അതുകൊണ്ടാണ് ഈ ജ്ഞാനം കൊടുക്കുന്നത്. അപ്പോ ഈ ആത്മീയ ജ്ഞാനം അല്ലെങ്കിൽ ഈ ഗുപ്തജ്ഞാനം നേടാൻ നമുക്ക് ചില യോഗ്യതകൾ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു യോഗ്യത നോക്കാതെ ആരാണോ ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നത്, ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിടുന്നത്, അവർക്കെല്ലാം കൃഷ്ണപ്രേമം ഭഗവാൻ നൽകുകയാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ഭഗവാന്റെ, അതായത് പ്രേമഭക്തിയിലേക്ക് വരുന്നത്. നമ്മൾ പഠിച്ച സാധുസംഘ 9ാമത്തെ സ്റ്റേജിലാണ് പ്രേമഭാവത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കും. ഈ അധ്യായത്തില് പറഞ്ഞു വരുന്നത് ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, നോൺ ഡിഫറെന്റ് ഫ്രം കൃഷ്ണ. അപ്പോ വിഷ്ണുവിൽ നിന്നും വ്യത്യാസമുണ്ട്. വിഷ്ണു ഭഗവാന്റെ വിസ്തരണമാണ്. നമുക്കറിയാം എങ്ങനെയാണ് വിഷ്ണുവിന്റെ ഉത്ഭവം വിഷ്ണുവിന്റെ. അപ്പൊ ഇവിടെ ഭഗവത്ഗീത പ്രഭുപാദർ പറയുന്നത്, നമ്മൾ 2 തരത്തിലുള്ള
മനുഷ്യരുണ്ട്. ഒന്ന് നിയമത്തെ വഴങ്ങുന്നവർ, ഇനിയൊരു നിയമം വഴങ്ങാത്തവർ, അനുസരിക്കാത്തവർ. അപ്പൊ നിയമത്തെ അനുസരിക്കുന്നവര് ധർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ അവരുടെ ഉദ്ദേശം ഭൗതിക ഐശ്വര്യം അനുഭവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നിയമങ്ങൾ വഴങ്ങാത്തവരുണ്ട്. അവരുടെ ഉദ്ദേശം ഇന്ദ്രിയ സുഖം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മംഗളകരമായ ഒരു കാര്യമല്ല. അപ്പോ ഒന്ന് ധർമ്മശാസ്ത്രം അനുസരിച്ച് ഭൗതിക ഐശ്വര്യം അനുഭവിക്കാൻ വേണ്ടി ശാസ്ത്രത്തിന്റെ നിബന്ധനകൾ അനുസരിക്കുന്നു. രണ്ടാമത്, ഇനിയൊരു കൂട്ടം ആൾക്കാര് ഭൗതിക ജീവിതത്തിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നു. ഇനി മൂന്നാമത്തെ ആളാണ് ഭക്തൻ. അദ്ദേഹത്തിന് ഭൗതികമായ ആഗ്രഹങ്ങളില്ല. കൃഷ്ണഭക്ത നിഷ്കാമ അതേവ ശാന്ത. നിഷ്കാമനാണ്. അപ്പൊ ഇത് ഈ ഭക്തൻ മാത്രമാണ് മംഗളകരമായ ചടങ്ങുകൾ അല്ലെങ്കിൽ മംഗളം ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരികയാണ് പ്രഭുപാദ്. അപ്പോ ഭഗവതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഭക്തൻ എന്തെങ്കിലും ഒരു അധപതനം ഉണ്ടായാൽ തന്നെയും വീണ്ടും അദ്ദേഹത്തിന് ശുചിതാം ശ്രീമതാം ഗേഹേ യോഗ പ്രശ്നോപിച്ചായത്, വീണ്ടും പുണ്യാത്മാക്കളുടെ കുടുംബത്തില് അല്ലെങ്കിൽ ധനികന്റെ കുടുംബത്തിൽ ജന്മമെടുക്കാൻ ഭഗവാൻ അവസരം കൊടുക്കുന്നു. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് അത് കണ്ടിന്യൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നില്ല ഒരു ഇതില്. അതേസമയം ഇനി എന്തുമാത്രം ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അദ്ദേഹം ഭഗവാന്റെ ഭക്തനല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് മംഗളമാകില്ല. കാരണം അത് വേസ്റ്റാണ്. പക്ഷെ ഇവിടെ ഭക്തന്റെ ഗുണം അതാണ്. പക്ഷെ അങ്ങനെയുള്ള ഭക്തനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അടുത്ത ശ്ലോകം 26. ഇവിടെ ഇടയ്ക്ക് ഈ ശ്ലോകത്തിൽ പറയുന്ന ഓരോ ഗ്രഹത്തിലും അതിന്റെ തനതായ അന്തരീക്ഷമുണ്ട്. അതിനാൽ പ്രത്യേക ഗ്രഹത്തെ സമീപിക്കുന്നതിന് അനുയോജ്യമായ പ്രത്യേക തരത്തിലുള്ള ശരീര നിർമ്മിതി ആവശ്യമാണ്. നമ്മൾ വായിച്ചതാണ്. അപ്പൊ ഇവിടെ അടുത്ത 26-ാമത്തെ ശ്ലോകത്തില് ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും മാർഗങ്ങൾ, അത് ജ്ഞാനയോഗേ മാർഗേ താന്റെ ഭജേസേ സഭ ബ്രഹ്മാത്മരൂപേ താന്റെ ഹരേ അനുഭവ. ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവരും അവിടെ നിന്ന് മാത്രമാണ് ഭജിക്കുന്നത്. എന്തെന്നാൽ ബ്രഹ്മവും പരമാത്മാവും അവിടെ നിന്ന് തന്നെ. ആത്യന്തിക സത്യത്തെ കണ്ടെത്തുന്നതിന് മാനസികമായ ഊഹാഭോഗം, അതായത് ജ്ഞാനമാർഗം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ ജ്ഞാനത്തിൽ താല്പര്യമുള്ളവർ യഥാക്രമം അവിടുന്ന് ബ്രഹ്മജ്യോതിയെയും പരമാത്മാവിനെയും സമീപിക്കുന്നു. അത്തരക്കാർക്ക് അവിടുത്തെ സച്ചിദാനന്ദ രൂപം സാക്ഷാത്കരിക്കാനാവില്ല. ആത്യന്തിക സത്യത്തെ കണ്ടെത്തുന്നതിന് മാനസിക ഊഹം, അതായത് ജ്ഞാനമാർഗം ഇവിടെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഷ്ടാംഗ യോഗ ധ്യാനത്തിൽ താല്പര്യമുള്ളവർ ബ്രഹ്മജ്യോതിയെയും പരമാത്മാവിനെ സമീപിക്കുന്നു. അപ്പോ ഇവിടെ പൂർണ്ണ സാക്ഷാത്കാരം ലഭിക്കുന്നത് ഭക്തന്മാർക്ക് മാത്രമാണ്, യോഗികൾക്കോ അല്ലെങ്കിൽ ജ്ഞാനികൾക്കോ അല്ല എന്ന് പറയണം. ഉപാസനവേദേ ജ്ഞാനി ഈശ്വര മഹിമ അതയേവ സൂര്യ താണ്ഡീയതേ ഉപമാം. അപ്രകാരം വിവിധ ഉപാസന മാർഗങ്ങളിലൂടെ ഒരുവന് ഭഗവത് മഹിമാനങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. സൂര്യന്റെ ഉപമ തെളിയിക്കുന്നത് പോലെ ശ്രീനാരായണ കൃഷ്ണേര സ്വരൂപ വേദ ഏകൈ വിഗ്രഹ ബിന്ദു ആഹാര വിഭേദം. നാരായണനും ശ്രീകൃഷ്ണനും ഒരേ ഭഗവാൻ തന്നെ.
എന്നാൽ അവരുടെ ആഹാര സവിശേഷതകൾ വിഭിന്നമാണ്. അപ്പോ ഒരേ വ്യക്തിയാണ്, പക്ഷെ അവര് ആഹാരത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഗുണത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു വ്യക്തി തന്നെ രണ്ടും പല ഭാവങ്ങളിലാണ് വരുന്നത്. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും വൈകുണ്ഠത്തിലല്ല. നമുക്കറിയാം കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിലാണ്. അതുപോലെ ചൈതന്യ മഹാപ്രഭുവിനും ഒരു പ്രത്യേക ലോകമുണ്ട്. അതാണ് നവദീപ് ധാം. അവിടെ ചൈതന്യ മഹാപ്രഭു ശാശ്വതമായി ഭക്തന്മാരുമായി സങ്കീർത്തന ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഭാഷ ബംഗാളിയാണ്. അതുപോലെ ദ്വാരക, ശ്രീരാമ ചന്ദ്രമൂർത്തി ഹനുമാനുമായിട്ട് അവിടെ ഹനുമാന്റെ സേവനം സ്വീകരിച്ചുകൊണ്ട് ഭക്തന്മാരുമായി അദ്ദേഹത്തിന് ഭഗവാന് ഒരു പ്രത്യേക ഗ്രഹമുണ്ട്. അതുപോലെ ഓരോ അവതാരങ്ങൾക്കും ഓരോ പ്രത്യേക ഗ്രഹങ്ങളും അവരുടെ ലീലകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രഭുപാദി പറയുന്ന ജഗന്നാഥന് മാത്രം ഒരു പ്രത്യേക ലോകമില്ല. ബാക്കിയുള്ള എല്ലാവർക്കും പ്രത്യേക ലോകമുണ്ട്. അവരുടെ ലീലകള് അവിടെ എത്തേണൽ ശാശ്വതമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കൃഷ്ണനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ആരാണ് ശ്രേഷ്ഠൻ, ആരാണ് ശ്രേഷ്ഠമായ സേവനത്തിൽ ഒഴുകിയിരിക്കുന്നത്? ഇപ്പൊ ഞാനൊരു കഥ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം നിങ്ങളൊരു വായിച്ച് ഒരുപക്ഷെ ബോറടിച്ചിരിക്കും. കാരണം ഇവിടെ ഒരു ഭദ്രാചലം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല. ഭദ്രാചലം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് രാമദാസ് എന്ന് പറയുന്ന ഒരു ഭക്തനുമായ ഒരു പ്രത്യേക ലീല ഉണ്ട്. അതായത് ഇത് ആന്ധ്രയിലുള്ള ഒരു സ്ഥലമാണ്. ഗോദാവരി നദിയുടെ തീരം സമീപം. അതായത് നമ്മള് ഹൈദരാബാദ് നോക്കിക്കഴിഞ്ഞാൽ 325 കിലോമീറ്ററോളം ദൂരമുണ്ട്. വിശാഖപട്ടണം നിന്നാണെങ്കിൽ 217 കിലോമീറ്റർ. അപ്പൊ അവിടെ ശബരിക്ക് മോക്ഷം കിട്ടിയ സ്ഥലമാണെന്നും പറയുന്നുണ്ട്. ശ്രീരാമ ലക്ഷ്മണ ഹനുമാൻ സന്ദർശിച്ച സ്ഥലമാണ്. ഒക്കെ പക്ഷെ അത് പിന്നെ അഭിപ്രായം ഉണ്ടാവാം. പക്ഷെ ഏതോ ഒരു യുഗത്തില് ഇപ്പോ ആ സ്ഥലവുമായി ബന്ധമുണ്ടായിരിക്കും. ചിലപ്പോൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ യുഗത്തിലല്ല, ഒരുപക്ഷെ കഴിഞ്ഞ യുഗമായിരിക്കാം. കാരണം നമുക്ക് ഞാൻ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ എല്ലാ യുഗത്തിൽ, അതായത് നരസിംഹ അവതാരം വരുന്നത് തൂണിൽ നിന്നല്ല. അപ്പൊ ഒരു യുഗത്തില് നരസിംഹ അവതാരം വരുന്നത് ആകാശത്തിൽ നിന്നാണ്. അതുപോലെ സുഖദേവ സ്വാമിയുടെ ബർത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു യുഗത്തില് അരണി കടഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നാണ് സുഖദേവ സ്വാമിയുടെ ഉത്ഭവം. അപ്പൊ അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ഇവിടെ ആ സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ ഒരു കഥ പറയുന്നത്, അത് കാലൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം തന്റെ ഗുരുപത്നിയോട് മോശമായി പെരുമാറിയത് കൊണ്ട് അദ്ദേഹത്തിന് ഗുരുശാപം കിട്ടി. അപ്പോ കുഷ്ഠരോഗിയായി മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാവരും പുറത്താക്കി. അപ്പൊ അദ്ദേഹം വളരെയധികം നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കും, എന്നെ ഈ നരക ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് എന്ന് പറയും. കാരണം അദ്ദേഹത്തിന് എല്ലാവരും പുറന്തള്ളിയത് കൊണ്ട് ആരും ആഹാരം കൂടി കൊടുക്കില്ല. അപ്പൊ ഒരു ദിവസം, ഒരു രാമനവമി ദിവസം ഇദ്ദേഹം ഈ സ്ഥലത്ത് വരും. അന്ന് രാമനവമി ദിവസമായതുകൊണ്ട് അദ്ദേഹം അവിടെ അന്നദാനം കൊടുക്കും. അപ്പൊ അന്നദാനം ഇദ്ദേഹം അതിൽ പങ്കെടുത്ത് അവിടുന്ന് പ്രസാദം കഴിക്കും. ആ പ്രസാദം കഴിച്ച് അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹം മരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത്
ശ്രീരാമചന്ദ്രമൂർത്തി അദ്ദേഹത്തെ ഹനുമാനെ അയച്ച് അദ്ദേഹത്തെ തിരിച്ച് അദ്ദേഹത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഒരു കഥ പറയുന്നു. അപ്പൊ അവിടെ ആ സ്ഥലത്തിന് ആ ഒരു പ്രത്യേക പരിധിയില് യമദൂതന്മാർക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ശ്രീരാമ ലക്ഷ്മണ ഹനുമാൻ. അതായത് ശ്രീരാമൻ ലക്ഷ്മണനും സീതാദേവിക്കും സന്ദർശിച്ച ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു പർണശാലയുമുണ്ട്. അപ്പൊ അവിടെ ജനിച്ചു വളർന്ന ഒരു ഗോപണ്ണൻ എന്ന് പറയുന്ന ഒരു രാമഭക്തന്റെ കഥയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതായത് ഒരു മുസ്ലിം കിങ്, അതായത് അബ്ദുൽ ഹസൻ തൻഷാ എന്ന് നമ്മൾ പറയാം തൽക്കാലം. അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിം കിങ് ആണ്. മുഗൾ രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബാർബർ, അക്ബർ, ഹുമയൂൺ, ജഹാംഗീർ. അപ്പൊ ആ പരമ്പരയിലുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് മുറച്ചെറുക്കനുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം റെഗുലറായിട്ട് അവിടെ സന്ദർശിച്ചിരുന്നു. അത് ആ ഭാര്യയ്ക്ക് പിന്നീട് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നീട് ആ രാജാവിന്റെ ഭാര്യ മരുമകൻ മുഖാന്തരം സിദ്ധാര പല പ്രാവശ്യം ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ ഒരിക്കൽ കാട്ടിൽ വെച്ച് ഇദ്ദേഹത്തിനെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ ആ സമയത്ത് ഈ ഗോപണ്ണൻ എന്ന് പറയുന്ന ബ്രാഹ്മിൻ ബോയ്, അദ്ദേഹം ഇത് കണ്ടിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ വിളിക്കും. അപ്പൊ ഭഗവാൻ വന്നിട്ട് പുലിവേഷത്തിൽ വന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതായിട്ട് പറയുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം എനിക്ക് ദർശനം തന്ന അങ്ങ് എനിക്ക് സീതാമാതാവിനെയും ദർശനം തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പിന്നീട് ഒരുപാട് കവിതകള് ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഭഗവാൻ സ്തുതിച്ചുകൊണ്ട്. രാമഭക്തനായിരുന്നു. അപ്പോ രാമഭക്തനാകാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം ഭഗവാൻ തന്നെ വന്ന സ്വപ്ന ദർശനത്തില് അദ്ദേഹത്തിന് രാമദാസൻ എന്ന് പേരിട്ടതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ സ്ഥലം ഭദ്രാചലം എന്നാണ്. അപ്പൊ അതിന്റെ പേര് തന്നെ ഭദ്രാചലം രാമദാസ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കുന്ന കഥ. അപ്പൊ അദ്ദേഹം അവിടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ ഒരു പർണശാലയുണ്ട്. അപ്പൊ അവിടെ ഒരു പാറ തന്നെ, ഒരു ഭഗവാന്റെ ഭക്തൻ ഒരു പാറയായിട്ട് അവിടെ പിറന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ പാദം തലയിൽ സ്പർശിക്കാൻ വേണ്ടി പാറയുടെ രൂപം എടുത്തതായിട്ടും പറയുന്നു. അപ്പൊ അവിടെ ഇപ്പോഴും അവന്റെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല, ഇത് കേട്ട കഥയാണ്. അപ്പൊ അവിടെ ഇദ്ദേഹം ഈ രാജാവിന്റെ, തൻഷ രാജാവിന്റെ കീഴില് അദ്ദേഹം അവിടുത്തെ ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മാവൻ മുഖാന്തരം ഒരു റെക്കമെൻഡേഷനിൽ അവിടെ ജോലി കിട്ടിയതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ക്ഷേത്രം പൊട്ടിപ്പൊളിഞ്ഞുപോയി, അവിടെ ക്ഷേത്രം ഇല്ലാതായി. അപ്പോ അവിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതയൊക്കെ ആണ്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ അദ്ദേഹം, നാട്ടുകാരെല്ലാം അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്തു. അപ്പൊ ഇദ്ദേഹം പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി, ഗ്രാമവാസികളിൽ നിന്നെല്ലാം പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കളക്ട് ചെയ്ത് അപ്പൊ അവസാനം ഈ പൈസ തികയാതെ വന്നപ്പോൾ, ഇദ്ദേഹം അവിടുത്തെ ടാക്സ് കളക്ടർ ആണല്ലോ. അപ്പൊ ആ രാജാവിന്റെ ഖജനാവിൽ നിന്ന് ഇദ്ദേഹം കളക്ട് ചെയ്യുന്ന പൈസ ഇദ്ദേഹം മോഷ്ടിച്ചു. അത് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു. പക്ഷെ ആദ്യം ഇതാരും അറിഞ്ഞില്ല. പക്ഷെ പിന്നീട് ഈ രാജാവിന്റെ പത്നി ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇങ്ങനെ പൈസ മോഷ്ടിക്കുന്നതായിട്ട്, ഈ പൈസ ഏകദേശം ഒരു 6 ലക്ഷം രൂപയോളം അദ്ദേഹം ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചതായിട്ട് പിന്നീട് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ രാജാവ് അറിഞ്ഞു. ഈ രാജാവ് ഇദ്ദേഹത്തിനെ പിടിച്ചു, അതായത് ജയിലിലിട്ടു.
കാരാഗ്രഹത്തിൽ അടച്ചു. കഠിനമായ ശിക്ഷ, അതായത് അദ്ദേഹത്തിന് ഇരുമ്പ് കഴിപ്പിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വയ്ക്കുക, അത്തരത്തിലുള്ള കഠിനമായ ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോ ലക്ഷ്മി ദേവി തന്നെ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ ഭക്തൻ ഇത്രയും ക്ലേശങ്ങൾ അനുഭവിക്കുന്നു, എന്തുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. കാരണം അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആ ക്ലേശങ്ങളില് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് പാട്ടുകൾ എഴുതുന്നുണ്ട്. അത് ഇന്നും വളരെ ഫേമസ് ആണ്. ഏകദേശം ഒരുപാട് 100-ലധികം പാട്ടുകൾ അദ്ദേഹം ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം, ഈ സോങ്സ് എല്ലാം ഭഗവാൻ ആസ്വദിക്കുകയാണ്. അപ്പൊ അതിനുശേഷം പിന്നീട് ഒരു ദിവസം ഈ അതായത് കുതിരപ്പുറത്ത് 2 തേരാളികൾ, വളരെ ബ്രൈറ്റ് തേജസ്സുള്ള 2 യുവ സൈനികരുടെ വേഷത്തിൽ വന്നിട്ട് രാജാവിനെ വന്ന് ഉണർത്തിട്ട് അദ്ദേഹത്തിന് അതിനോട് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് രാമദാസനെ ജയിലിൽ നിന്നും മോചിപ്പിക്കണം, എത്ര രൂപ എടുത്തിട്ടുണ്ടോ അതിന്റെ ഇരട്ടി പൈസ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഗോൾഡ് കോയിൻ അന്ന് ഗോൾഡ് കോയിൻ ആണല്ലോ, ആ സ്വർണ്ണ നാണയങ്ങള് അദ്ദേഹം എടുത്ത പൈസക്കാരും കൂടുതൽ ആ രാജാവിന് സമർപ്പിക്കും. അപ്പൊ ഈ രാജാവ് എടുത്ത് നോക്കുമ്പോ ഈ സ്വർണ്ണ നാണയത്തില് അയോധ്യയുടെ എംബ്ലം ഉണ്ട്. അപ്പൊ ഇദ്ദേഹം മനസ്സിലായി, ഇവർ രണ്ടുപേരും ശ്രീരാമൻ ലക്ഷ്മണനുമായിരിക്കും എന്ന് മനസ്സിലായി. പിന്നീട് രാജാവ് അദ്ദേഹത്തിനോട് മാപ്പ് പറയുന്നതും അദ്ദേഹത്തിന് അതും റിലീസ് ചെയ്യുന്നതായിട്ടും മോചിപ്പിക്കുന്നതായിട്ടും ഉള്ള ഒരു കഥയാണ്. ഇത് നടന്നൊരു സംഭവമാണ്. അപ്പോ അതിന് കാരണം പറയുന്നത്, അതായത് ഇത് പറയാൻ കാരണം നമ്മുടെ കർമ്മബന്ധനം എത്ര സ്ട്രോങ് ആണെന്ന് ആലോചിക്കുക. അപ്പോ എന്തുകൊണ്ട് ആ കംസ രാജാവ് പിന്നീട് അദ്ദേഹം രാമഭക്തനായി, പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ആ മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളതിന് കാരണം പറയുന്നു. കാരണം മുൻ ജന്മത്തില് അദ്ദേഹം ശിവഭക്തനായിരുന്നു. അപ്പൊ ഈ ശിവഭക്തനായിരുന്ന അദ്ദേഹം ശിവനെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ശിവൻ പ്രത്യക്ഷനായില്ല. അപ്പൊ ഇദ്ദേഹം ദേഷ്യം വന്ന ശിവലിംഗം എടുത്ത് ഉടക്കി. അപ്പൊ ആ സമയത്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടു, ഇനി അടുത്ത ജന്മത്തിൽ സംസ്കാരമില്ലാത്ത ഒരു കുടുംബത്തില് ഈ പിറക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ശാപം ആണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് അടുത്ത ജന്മത്തിൽ മുസ്ലിം ഫാമിലിയില് മുസ്ലിം രാജാവായിട്ട് ജനിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഭക്തനായിരുന്നിട്ടും ഇദ്ദേഹത്തിന് ഏകദേശം 12 വർഷത്തോളം ജയിലിൽ കിടന്നു പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹം 12 വർഷം ജയിലിൽ കിടന്നു വെച്ചാൽ, ഇദ്ദേഹം ഈ രാമഭക്തൻ രാമദാസൻ പൂർവ്വജന്മത്തില് അദ്ദേഹം തത്തയെ പിടിച്ചു കൂട്ടിലടച്ചിട്ട് എത്രയോ വർഷത്തോളം ഈ കൂട്ടില് അടച്ചിട്ടിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ്, അതിന്റെ റിയാക്ഷൻ ആയിരുന്നു അദ്ദേഹം ജയിൽവാസം, അദ്ദേഹത്തിന് അതുപോലെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഇവിടെ ഇതൊരു ചെറിയ കഥയാണ്, പക്ഷെ നിങ്ങൾ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ഇതില് ഒന്ന്, ഭഗവാന് ഭക്തനുമായിട്ടുള്ള ഒരു ബന്ധം. രണ്ടാമത്, നമ്മള് ഭക്തനാണെങ്കിലും നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കാതെ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഭക്തനായിരുന്നാലും ചില സമയത്ത് ഭഗവാൻ ചില പരീക്ഷണങ്ങൾ തരും. ചിലപ്പോൾ അത് പൂർവ്വജന്മവുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഭക്തൻ നിഷ്കാമനാണ്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എത്ര ശിക്ഷ കൊടുത്താലും അവൻ ഭക്തിയിൽ നിന്നും പിന്മാറുന്നില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്ടാഷ്ടകത്തിലെ അവസാന ശ്ലോകം നമുക്ക് എത്ര പേര് ഓർമ്മിക്കുന്നുണ്ട്? ലാസ്റ്റ് ശ്ലോകം അതിൽ പറയുന്നത്, ഭഗവാൻ അങ്ങ് എന്നെ ആലിംഗനം ചെയ്താലും ചവിട്ടി പുറത്താക്കിയാലും ഞാൻ അങ്ങയുടെ സേവകനാണ്, എന്നും അങ്ങയുടെ നിത്യദാസനാണ്, അങ്ങേ തന്നെ
സേവനം ചെയ്യും എന്ന് പറയുന്ന അർത്ഥമുള്ള ഒരു ശ്ലോകമാണ് ശിഷ്ടാഷ്ടത്തിലെ ലാസ്റ്റ്. അപ്പൊ ഇതാണ് ഒരു ഭക്തന്റെ അവസ്ഥ. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഭക്തനാണ്. ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ സേവനം ഏതെന്ന് ചോദിച്ചാൽ ഭക്തിയുത സേവനം. ഭഗവാനെ സേവിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ സേവനം. കൃഷ്ണേര നിത്യദാസ്, ജീവേര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ്. അപ്പൊ ഇവിടെ നമുക്ക് ഭഗവാൻ ഭക്തിയുത സേവനം ചെയ്യാനായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചു. ആ ഉപദേശം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ചത്. അപ്പോ നമുക്ക് എല്ലാം ഭഗവാന്റെ നാമം ജപിക്കാനും സേവനം ചെയ്യാനും ഒരു അവസരം കിട്ടിയത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ് ശീലപ്രഭുപാദ ലോകം മുഴുവനും സഞ്ചരിച്ച് വിതരണം ചെയ്തത്. അപ്പൊ ഇതില് നമ്മളിത് അറിഞ്ഞിരിക്കണം. കാരണം പലരും തർക്കിക്കും ചൈതന്യ മഹാപ്രഭു ഭഗവാനാണെന്ന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അപ്പൊ ഈ ചാപ്റ്റർ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് തെളിയിക്കുകയാണ്. ഇനി വരും ശ്ലോകങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വായിച്ചത് 29. ഒരു ശ്ലോകം കൂടെ വായിച്ച് ഇവിടെ നിർത്താം. ഇൻഹോ ദരേചാരി ഹാദാം ഇൻഹോ വേണുദരേ തിൻഹോ ചക്രാധികസാദാം. ശ്രീകൃഷ്ണൻ ഓടലക്കുഴലൂണ്ടിയ 2 കരങ്ങളും നാരായണന് ശംഖ് ചക്രം ഗദ പത്മങ്ങളോടുകൂടിയ 4 കരങ്ങളുമുണ്ട്. നാരായണൻ ശ്രീകൃഷ്ണൻ അഭിന്നനാണ്. അവർ വാസ്തവത്തിൽ വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. സ്വന്തം വീട്ടിലും ജോലി സ്ഥലത്തും വ്യത്യസ്തമായി വിധി ചെയ്യുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയെ പോലെ ഭഗവാൻ നാരായണൻ എന്ന നിലയിൽ ചതുർഭുജനും കൃഷ്ണരൂപത്തിൽ 2 കരങ്ങളോടും കാണപ്പെടുന്നു. അപ്പൊ ഇതാണ് ഭഗവാനും കൃഷ്ണനും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം. ഒരു വ്യക്തി തന്നെയാണ്, പക്ഷെ പല 2 ഭാവത്തില് ഗുണത്തിൽ വ്യത്യാസമുണ്ട്, ആഹാരത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാനും ആദ്യമായിട്ട് ഇസ്കോണിൽ വന്നപ്പോ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ തർക്കിക്കുകയും ചെയ്തു. വിഷ്ണു അല്ലേ, എല്ലാ അവതാരങ്ങളും വരുന്നത് വിഷ്ണുവിൽ നിന്നാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ വിഷ്ണുവാണ്, കൃഷ്ണനാണ് ബലരാമന്റെ അവതാരം. ബലരാമന്റെ നിന്നാണ് വീണ്ടും ചതുർവിസ്തരണങ്ങൾ. അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ. ആ സംഘർഷം നിന്ന് വീണ്ടും നാരായണന്റെ ഉത്ഭവം. നാരായണൻ നിന്ന് വീണ്ടും ചതുർവിസ്തരണം. അനിരുദ്ധൻ, വാസുദേവൻ, മഹാസംഘർഷണം, പ്രദ്യുമ്നൻ. ആ മഹാസംഘർഷം നിന്നാണ് വീണ്ടും പുരുഷാവതാരങ്ങൾ ഉത്ഭവിക്കുന്നത്. ആ പുരുഷാവതാരങ്ങൾ കാരണദേശായ വിഷ്ണു, ഗർഭോദേശായ വിഷ്ണു, ക്ഷീരോദേശായ വിഷ്ണു. ഹരേ കൃഷ്ണ. ഇപ്പൊ ഗർഭോദേശായ വിഷ്ണു എന്ന് നമുക്കറിയാം. 3 തരത്തിലുള്ള വിഷ്ണുവാണ്. ഹരേ കൃഷ്ണ. ലേറ്റ് ആയിപ്പോയി, സോറി. 6 മണിയായി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഓരടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. കൂടുതലും ഭഗവാന്റെ മഹാപ്രഭു ഭഗവാനാണ്, ആദിപുരുഷനാണെന്ന് കാണിക്കുന്നതിനുള്ള ഓരോ അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു കഥയും കൂടെ അതിൽ ആഡ് ചെയ്തത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യാൻ? 6 മണി ആയതിന് കുഴപ്പമില്ല. പ്രഭുവിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പ്രഭുജി, ദയവായി പറഞ്ഞാൽ. ഞാൻ പറയുന്നതിനെക്കാളും നമുക്ക് എന്തെങ്കിലും ഒരു ചർച്ച, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ ഒരു ചർച്ചയായിട്ട് തന്നെ പോട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. കഥാന്ത് പ്രഭു സംസാരിക്കാൻ പറ്റും തോന്നുന്നില്ല. പ്രഭു പുരിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണ്. അപ്പൊ ചിലപ്പോ സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പ്രഭു. എന്തായാലും താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഇവിടുത്തത് 30ാമത്തെ ശ്ലോകം മുതലാണ് വായിക്കാനുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ ഓക്കെ കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ശ്ലോകം പ്രഭു. ഓക്കെ, ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒരു ചെറിയ സംശയം. പറയണം പ്രഭു. നമ്മുടെ ഈ ചൈതന്യ ചരിതാമൃതത്തില് 18ാമത്തെ ശ്ലോകം, 18ാം ശ്ലോകത്തിന്റെ 18ാം ശ്ലോകം. അതെ, 18ാം. ഇത് 2ാം സ്കന്ധം അല്ല, 2ാം അധ്യായം 18ാം ശ്ലോകം. പറയൂ. അപ്പൊ അതിനകത്ത് ഇന്നലെ വായിച്ചപ്പോൾ മുതൽ എനിക്കൊരു സംശയം. അതിന്റെ ഭാവാർത്ഥത്തില് 2ാമത്തെ പാരഗ്രാഫ്, 2ാമത്തെ പാരഗ്രാഫില് മഹാവിഷ്ണുവിൻ ഒന്ന് ജീവരാശികളിൽ പരമാത്മാവായി കുടികൊള്ളുന്ന ക്ഷീരോഷ വിഷ്ണു 3 വിഷയെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെ പരമാത്മ എന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദശായ വിഷ്ണു നിലകൊള്ളുന്നു. അതാണ് സംശയം. അവിടെ ഒരു സംശയം. അതെ, നമ്മുടെ ജീവജാലങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അതാണ് ക്ഷീരോദശായ വിഷ്ണു. പരമാത്മാവാണ് ക്ഷീരോദശായ വിഷ്ണു. വീണ്ടും അതേപോലെ പറയുന്നു, ജീവജാലങ്ങളുടെ സർവസ്വത്തിന്റെയും പരമാത്മാതാന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായി വിഷ്ണു സ്ഥിതി ചെയ്യുന്നു. അതായത് പ്രഭു, ഇപ്പൊ മഹാവിഷ്ണു അല്ലാതെ 2 വിഷ്ണുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ആദ്യത്തെ വിസ്തരണമാണ് മഹാവിഷ്ണു, കാരണദേശായ വിഷ്ണു. പക്ഷെ അത് കൂടാതെ ഗർഭോദശായ വിഷ്ണു ഉണ്ട്. ആ ഗർഭോദശായ വിഷ്ണുവിൽ നിന്നുള്ള ഒരു രൂപമാണ് ക്ഷീരോദശായ വിഷ്ണുവായി കൂടി. അതായത് ദിതി എന്ന് പറയുന്നത്. ഇത് രണ്ട് 3ാം വിഷ്ണു ക്ഷീരോദകശായി തന്നെയാണ്, ഒരു വ്യക്തി തന്നെയാണ്. 3 വിഷ്ണു. ഒന്ന് ആ ഗർഭോദശായ വിഷ്ണുവിൽ നിന്ന് വീണ്ടും ഒരു വലിയ എക്സ്പാൻഷൻ ആണ് ക്ഷീരോദശായ വിഷ്ണുവായി പരമാത്മാവായി എല്ലാ സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത്. അതാണ് ദ്വിതീയം സ്വതന്ത്ര സംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം വിമുച്ചതേ. ഒരേ വിഷ്ണു തന്നെയാണ്, പക്ഷെ അത് 3 രൂപത്തിലായി. ഒന്ന് ജീവസത്തുകളില് ഹൃദയത്തിൽ കുടികൊള്ളുന്നു പരമാത്മാവായിട്ട്. ഇനി ഒന്ന് പ്രപഞ്ചത്തിൽ, അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതായത് ഓരോ പ്രപഞ്ചത്തിലും, അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ തന്നെ, കുമിളകൾ വരുന്നത്. അവിടെ പ്രഭു സംശയം അവിടാണ്. പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെയും പരമാത്മാവെന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായി വിഷ്ണുവും നിലകൊള്ളുന്നു. അപ്പൊ അവിടെ സകല ദ്വിതീയ പുരുഷനാണല്ലോ. ദ്വിതീയ പുരുഷൻ പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെയും പരമാത്മാവ് എന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു സംശയം വരുന്നത്. അപ്പൊ ഈ രണ്ടും രണ്ട് വിഷ്ണുക്കളും പരമാത്മാവായിട്ട് ജീവജാലങ്ങളുള്ളിൽ കൂടി ഇരിക്കുന്നുണ്ടോ? അതാണ് സംശയം. നമ്മളെ പഠിച്ചിട്ടുള്ളത് നമ്മള് ക്ഷീരോദകശായി വിഷ്ണു പരമാത്മാവായിട്ട് കുടികൊള്ളുന്ന ശരീരത്തിൽ. രണ്ടും പരമാത്മാവാണ്, രണ്ടും ഒരാൾ തന്നെയാണ്. അതെ. പക്ഷെ ഒന്ന് ക്ഷീരോദശായ വിഷ്ണുവായി സർവഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ വരെ ക്ലിയർ. അതിന്റെ അടുത്ത സെന്റൻസ് വരുമ്പോഴാണ് സംശയം. അടുത്ത സെന്റൻസ് എന്ന് പറയുമ്പോ പരമാത്മ രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദശായ വിഷ്ണു, അല്ലെ? അതെ. സർവ ജീവജാലങ്ങളുടെയും പറയുന്നുണ്ട്. ആ പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചത്തിന്റെ ജീവജാല സർവത്തിന്റെ പരമാത്മാവ് എന്ന രൂപത്തിൽ. അപ്പൊ അത് 2 പരമാത്മാവ് തന്നെയാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ക്ഷീരോദകശായി നമ്മൾ മനസ്സിലാക്കാനുള്ളത് പ്രഭു, രണ്ടും ഒരു വ്യക്തി തന്നെയാണ്. ഒരാള് സർവഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു, ഒന്ന് പ്രപഞ്ചത്തില്. അവിടെ ജീവാത്മാവെന്ന് എഴുതിയിട്ടുണ്ട്. പ്രപഞ്ച ജീവജാല സർവസ്വത്തിന്റെയും എഴുതുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെയും. ഒന്ന് പ്രപഞ്ചത്തിൽ. ഇപ്പൊ നമ്മൾ ആ പടം പ്രഭു കണ്ടിട്ടോ?
എന്തോ വിഷ്ണുവിന്റെ പടം കണ്ടിട്ടുണ്ടോ? അത് ഞാൻ കുറെ നാൾ കൊണ്ട് പഠിക്കുന്ന അപ്പൊ അത് അറിയാം. ഈ ഞാനൊരു സജഷൻ പറയട്ടെ പ്രഭു. മഹാവിഷ്ണു ആണ് വീണ്ടും, അതായത് ഗർഭദേശയായ വിഷ്ണു അതിന്ന് വീണ്ടും ക്ഷീരോദശയ വിഷ്ണുവായിട്ട് വീണ്ടും ജീവജാലങ്ങളുടെ ശരീരത്തിൽ കുടിക്കുന്നതിന് വേണ്ടി എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ അവിടെ ദ്വിതീയ എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രഭുവിന് ആ സംശയം വരുന്നത്, അല്ലെ? ദ്വിതീയ എന്ന് ഉപയോഗിച്ചുകൊണ്ട് ആ വാക്കാണ്. ദ്വിതീയല്ല, രണ്ടാമത്തെ സെന്റൻസ് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെയും പരമാത്മാവ് എന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായി വിഷ്ണു നിലകൊള്ളുന്നു. അപ്പൊ ആദ്യത്തെ ഞങ്ങളൊക്കെ ഗർഭദശയായ വിഷ്ണുവായിട്ടും നിലകൊള്ളുന്നു, ക്ഷീരോദശയായ വിഷ്ണുവായിട്ടും നിലകൊള്ളുന്നു. അതാണ് അവിടെ ദ്വിതീയം എന്ന് പറയാനുള്ള കാരണം. ആ മഹാവിഷ്ണു എന്നുള്ള വീണ്ടും ഉള്ള എക്സ്പാൻഷനാണ്, അതാണ് വരുന്നത്. മൂന്നായിട്ട് പാലിക്കുന്നുണ്ടല്ലോ. ആദ്യം കാരണദേശ വിഷ്ണു, അതാണ് കാരണം, ആദ്യത്തെ മഹാവിഷ്ണു. അതിൽ നിന്നാണ് രണ്ട് എക്സ്പാൻഷൻ ആയിട്ട് വീണ്ടും വരുന്നത്. അതാണ് പുരുഷ അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് മൂന്നും പുരുഷ അവതാരങ്ങളായിട്ടാണ് പറയുന്നത്. സത്യമേത പ്രഭു, ഞാനതിനെ ഒന്ന് എന്നാലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞോട്ടെ. സത്യമേത പ്രഭു ഒന്ന് പറഞ്ഞു. ഒരു കമന്റ് ആണ് പ്രഭുജി. ഒന്നുകൂടെ ആ 18ാമത്തെ ശ്ലോകം പ്രഭു ഒന്ന് വായിക്കാമോ? മഹാവിഷ്ണുവിന്റെ വിസ്തരണങ്ങളിൽ ഒന്ന് ജീവരാശികളിൽ പരമാത്മാവായി കുടികൊള്ളുന്ന ക്ഷീരദശായ വിഷ്ണുവാണ്. അതിൽ സംശയമുണ്ടോ? ഇല്ല, അതില്ല. 18ാമത്തെ ശ്ലോകം. രണ്ടാമത് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ജീവജാല അതാണ് പ്രഭുജി. വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് നമുക്ക് ഒന്ന് പ്രപഞ്ചത്തിൽ പരമാത്മാവായ രണ്ട് വിഷ്ണുവാണ്. ആ ബ്രഹ്മാണ്ടത്തിലെ സകല ജീവജാലങ്ങളുടെയും മൊത്തത്തിലുള്ള പരമാത്മാവ് ബ്രഹ്മാണ്ടത്തിനകത്ത് ദ്വിതീയനായ ഗർഭോദശ വിഷ്ണു ഉണ്ടാകും. ആ പ്രപഞ്ചത്തിനകത്ത് മൊത്തത്തിൽ പരമാത്മാവായി മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ജീവജാല ഹൃദയത്തിലെ മൂന്നാമത്തെ ക്ഷീരോദശായ വിഷ്ണു അല്ലെങ്കിൽ നാരായണ അല്ലെങ്കിൽ പരമാത്മാവ് ഉണ്ടെന്നും ആ ബ്രഹ്മാണ്ടം ചാർമുഖ വിഷ്ണു ബ്രഹ്മാവിന്റെ ആ മൊത്തം ജീവജാലങ്ങളുടെയും പരമാത്മാവായി ആ ബ്രഹ്മാണ്ടത്തിനകത്ത് അങ്ങനെ ക്ഷീരോദശായ വിഷ്ണു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രഹ്മാണ്ടത്തിൽ മാത്രം പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു. മറ്റേ ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത് ആ അനേകായിരം ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചം അല്ല. അങ്ങനല്ലേ? അല്ല ബ്രോ, അല്ല. അതായത് ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് ബ്രഹ്മസൃഷ്ടിയിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും ഹൃദയകമലത്തില് ക്ഷീരോദശായ വിഷ്ണു എന്നറിയപ്പെടുന്ന പരമാത്മാവ് അല്ലെങ്കിൽ നാരായണൻ പരമാത്മരൂപേണ കുടികൊള്ളുന്നു. അത് വിസർഗമാണ്. സർഗം എന്നുള്ള രീതിയിൽ ആ ബ്രഹ്മാണ്ടത്തിനകത്ത് തന്നെ ആ ബ്രഹ്മാണ്ടത്തിലെ മൊത്തം ജീവജാലങ്ങളുടെയും അധിപതിയായി ഗർഭോദശായ വിഷ്ണു നിലകൊള്ളുന്നു. അപ്പൊ അത് ആ ബ്രഹ്മാണ്ടത്തിലെ പരമാത്മാവാണ് ഗർഭോദയ വിഷ്ണു എന്നാണ്. ഗർഭോദശായ വിഷ്ണു ബ്രഹ്മാണ്ടത്തിലെ പരമാത്മാവ് ഗർഭോദശായും ബ്രഹ്മസൃഷ്ടിയിലുള്ള ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തില് ക്ഷീരോദശായ വിഷ്ണുവും പരമാത്മാവായി നിലകൊള്ളും. 2 പോയിന്റാണുള്ളത്. ബ്രഹ്മാവിന്റെ സൃഷ്ടിക്ക് ശേഷം ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീരോദശായ വിഷ്ണു പരമാത്മരൂപേണ കുടികൊള്ളുന്നു. എന്നാൽ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ഓരോ ബ്രഹ്മാണ്ടത്തിലും ആ ബ്രഹ്മാണ്ടത്തിന്റെ പരമാത്മാവായി ഗർഭോദശായ വിഷ്ണു നിലകൊള്ളുന്നതാണ്. അത് മനസ്സിലാക്കണമെന്നാണ്
ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ദയവായി ശരി പ്രഭുജി. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. ശരി പ്രഭുജി. ശരി. സത്യമേ പ്രഭു ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? കാരണം ഇപ്പൊ ഗർഭോദശ വിഷു എന്ന് പറയുമ്പോ ആ പ്രപഞ്ചത്തില് ഉള്ളതാണ്. അതെ, ഇതുപോലെ പല ബ്രഹ്മാണ്ടങ്ങൾ ഇറങ്ങുന്നതല്ലേ ആ ഭഗവാന്റെ ആ സൃഷ്ടി പ്രപഞ്ചം. അത് 2 പ്രാവശ്യം പരമാത്മാവെന്ന് ഉപയോഗിക്കുമ്പോ നമുക്ക് ആ സംശയം. അതെ, അതുകൊണ്ട് സംശയമുണ്ട്. തന്നെയല്ല ജീവജാലങ്ങളെന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല പ്രഭു, അത് 2 പ്രാവശ്യം പരമാത്മാവെന്ന് പറയാൻ കാരണം ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഓരോ ഗർഭോദശായ വിഷ്ണു ഉള്ളത് കൊണ്ട് ഒരുപാട് ഗർഭോദശായ വിഷ്ണു ഉണ്ട്. അത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ ഇദ്ദേഹം ഗർഭോദശായ വിഷ്ണു ആണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ബ്രഹ്മാണ്ടത്തിനും ഓരോ പരമാത്മാവായ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടം ഉള്ളത് കൊണ്ട് കോടിക്കണക്കിന് ഗർഭോദശായ വിഷ്ണു ഉണ്ട്. എന്നാൽ ഇതിന് ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ബ്രഹ്മസൃഷ്ടിയിലുള്ള ഓരോ ജീവാത്മാവിന്റെ ഹൃദയത്തില് വീണ്ടും അതേ വിഷ്ണു വിസ്തരിച്ച് പരമാത്മ രൂപേണ വിവിധ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ 3ാമത്തെ വിഷ്ണു അതുണ്ടെന്നാണ്. പ്രഭുവിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണത്. നന്ദി. ഒന്ന് പരമാത്മാവായിട്ട് ഹൃദയത്തിൽ മാത്രം വസിക്കും. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആണ്. നന്നായിരുന്നു. താങ്ക് യു പ്രഭുജി. വളരെ നന്ദി. എല്ലാ ആഴ്ചയും ദയവായി വന്നാലും പ്രഭുജി നമുക്ക് നല്ലൊരു ക്ലാസ് തരാൻ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ.